അങ്ങനെ ആക്ച്വലി തോന്നിയിട്ടില്ല എന്ന് പറയാനും പറ്റില്ല. കാരണം ഞാൻ പാടുന്ന മാത്രമേ ഈ കൂടുതലും വെസ്റ്റേൺ ഇംഗ്ലീഷ് സോങ്സ് ആണ് കൂടുതലും പാടി കേട്ടിട്ടുള്ളത്. അപ്പം ഞാൻ ഇടയ്ക്ക് അതും ഉപദേശിച്ചിട്ടുണ്ട്, മക്കളെ ഈ ഇംഗ്ലീഷ് പാട്ടുമായിട്ട് ഇരിക്കരുത്, നമ്മുടെ ഇവിടെ ഒരുപാട് മലയാള സോങ്സ് ഉണ്ട്, തമിഴ് വേണം പഠിക്കാം, തമിഴ് പാടണം, അങ്ങനെ നാവിൽ അതെല്ലാം വരണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട് ഒരുപാട് പാട്ടുകൾ. അങ്ങനെ ഈ അടുത്ത സമയത്തൊക്കെ ചില പാട്ടുകൾ കൂടുതൽ അത് കേട്ട് തുടങ്ങിയ ഒരു സമയവും ഞാൻ നോക്കി കണ്ടിരുന്നു. ഈ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഒന്ന് മ്യൂസിക് കുറച്ച് ബേസിക് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനുണ്ടായിരുന്ന അച്ഛനത് പഠിപ്പിച്ചു, അതിന് അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു മാഷിനെ കണ്ടെത്താം, ബേസിക്സ് എങ്കിലും അറിഞ്ഞിരിക്കുന്നതല്ലാണ്. ഈ പറയുന്നത് ഞാൻ ബേസിക്സ് പോലും പഠിച്ചിട്ടില്ല, എനിക്ക് ഇഷ്ടമുള്ള പോലൊക്കെ ഞാൻ പാടുന്നതാണ് ആരുടെയൊക്കെയോ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം ഇപ്പോൾ വന്നിട്ടുണ്ട്, മ്യൂസിക് പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട്. പാടുകയല്ലേ ഏതെങ്കിലും വേദിയിൽ അടുത്ത് നമുക്ക് പാടാവുന്ന ഒരു പാട്ട് പഠിച്ച് അതെ ഇപ്പം അതിൻ്റെ പ്രൊമോഷൻ സമയത്തേക്ക് നമുക്ക് ഒരു അല്ലേ സമയമുണ്ട് അത് അപ്പം നോക്കാം. ഡെഫിനറ്റ്ലി ഹ്യൂമർ എനിക്ക് ഏറ്റവും എന്താ പറയുക, ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഇമോഷനാണ്. എന്തിനാ വാട്ട് യു കോൾ ദാറ്റ്, അതെനിക്ക് എല്ലാം ബിക്കോസ് ഞാൻ ലൈഫ് എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് തന്നെ ആസ് വെൻ ഐ വാസ് എ ചൈൽഡ് എല്ലാ കാര്യങ്ങളും അതിപ്പോൾ എന്തൊരു സീരിയസ് സിറ്റുവേഷൻ ആണെങ്കിലും ഞാനത് ഭയങ്കര വീട്ടിൽ പോയി അവതരിപ്പിക്കുന്നത് എല്ലാം ഭയങ്കര കോമഡി രീതിയിൽ തന്നെ ആയിരിക്കും. കാരണം എനിക്ക് എന്നെ ഒന്നും എഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ഞാനത് എപ്പോഴും ഡീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ എന്താ പറയുക ലൈക്ക് യു ജസ്റ്റ് മെൻഷൻഡ് കൽപ്പന, മിനു എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഞങ്ങൾ ചെറുപ്പം മുതലേ ഇങ്ങനെ പേര് വിളിച്ചിട്ടാണ് ശീലിച്ചത്. അപ്പം മിനുവിൻ്റെ മിനു എപ്പോഴും കുഞ്ഞിലേ മുതലേ എപ്പോഴും പറയായിരുന്നു, എൻ്റെ വേറൊരു വേർഷനാണ് നീ, ഞാൻ വലുതായി നീ ചെറുതായി, അത്രേ ഉള്ളൂ. ബാക്കി കാണിക്കുന്നതൊക്കെ അതേ ഗോഷ്ടിയും കാര്യം അച്ഛനും കുഞ്ഞിലെ എപ്പോഴും പറയുന്നത്. കാരണം ഭയങ്കര കുരുത്തം കെട്ട കൊച്ചൊക്കെ എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യും, പെട്ടെന്ന് ഇമിറ്റേറ്റ് ചെയ്യും. പിന്നെ ഇവിടെ ഒരുപാട് ഫ്രണ്ട്സുണ്ട്, അവരുടെയൊക്കെ ഏറ്റവും ഇഷ്ടം തേജയെ കൂട്ടാനുള്ള മെയിൻ കാര്യം ഇവിടെ വന്ന ആരങ്ങൊന്ന് കൊഴിപ്പിക്കും, ഭയങ്കര ഹ്യൂമറസ് ആണ്. അതാണ് മെയിൻ ഇത്രയും ഫ്രണ്ട്സിനെ കിട്ടാൻ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരുപാട് കുട്ടിക്കാലത്ത് നമ്മുടെ പുതിയ കാല വീട്ടിലൊക്കെ നിൽക്കുമ്പം ചിലപ്പോൾ ഞാനിങ്ങനെ അതിൽ പാസ് ചെയ്യുമ്പോൾ കാണാം തന്നെ നിന്നിട്ട് ടീച്ചറായിട്ടും സ്റ്റുഡൻ്റായിട്ടും മാറി 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 എനിക്ക് പാവം തോന്നിയിട്ടുണ്ട്, ആരും കളിക്കാനൊന്നും ഇല്ല. പിന്നീടാണ് കൽപ്പനയുടെ മകളുമൊക്കെ ആയിട്ട് അവരിവിടെ എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ താമസിക്കാൻ വന്നു. പിന്നെ അവിടെ കമ്പനിയായി, ഫ്രണ്ട്സായി. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. കാരണം ടീച്ചറായിട്ട് ഇവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്, ഇല്ല ടീച്ചർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 സംസാരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് ആ ടാലൻ്റ് ഉണ്ട്, അത് അല്ലെങ്കിൽ അതിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അത് മിനുക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ടുണ്ട്. I think even I can't replace her because Urvashi, there's only one Urvashi and ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു ആക്ട്രസ്സാണ് എൻ്റെ അമ്മ അല്ലെങ്കിൽ ഉർവശി എന്ന് പറയുന്നത്. കാരണം എനിക്കങ്ങനെ ആലോചിക്കാൻ കൂടെ പറ്റില്ല ഞാൻ അതിലും ബെറ്റർ ആവുന്നതോ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എസ് ക്ലോസർ എനിത്തിങ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ബിക്കോസ് ഞാൻ ലാസ്റ്റ് മന്ത് വെൻ ഐ വാസ് ഇൻ ചെന്നൈ, എനിക്ക് അപ്പോഴാണ് ഞാൻ ലൈവായിട്ട് ഒരു സംഭവം കാണുന്നത്. ഞാൻ അമ്മയടുത്ത് ഇതുപോലെ ചോദിച്ചു, അമ്മ ഇത് ഓരോ സീനൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ അച്ഛൻ്റെ അടുത്തും ചോദിച്ചൊരു കാര്യമാണ്. പക്ഷേ ബോത്ത് ആർ ഡിഫറെൻറ്റ് വേസ് ഓഫ് പെർസെപ്ഷൻ. എന്നാലും ഞാൻ അടുത്ത് വെച്ചപ്പോൾ ഒരു സീൻ കിട്ടുകയാണ്, അത് പക്ഷേ എങ്ങനെ മനസ്സിലാവും, കോമഡി ആണെന്ന് എങ്ങനെ മനസ്സിലാവും, അല്ലെങ്കിൽ എന്താ പറയുക ഒരു സീരിയസ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് എങ്ങനെ അറിയാം. പുള്ളിക്കാരി ജസ്റ്റ് വന്നിട്ട് ഇങ്ങനെ, അത് മക്കളെ ഒരു കാര്യം പറയാം, ഇവിടെ വന്നിട്ട് ഇപ്പോൾ എനിക്കൊരു സാധനം അതെടുക്കണം എന്നൊരു സിറ്റുവേഷൻ പറഞ്ഞു. എന്നിട്ട് ഷീ ജസ്റ്റ് ആക്റ്റഡ് ഔട്ട്. അത് നമ്മളിങ്ങനെ വെറുതെ അവിടെ നിന്ന് ചുമ്മാ നമ്മൾ ബിഹേവ് ചെയ്യത്തില്ല, അതുപോലത്തെ ഒരു സംഭവം ചുമ്മാ അങ്ങ് കാണിച്ചു തന്നു. ഞാനതിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടിപ്പോയി. ഞാനിങ്ങനെ അയ്യോ, ഞാൻ പറഞ്ഞു ഞാൻ സിനിമയിലോട്ട് ഇറങ്ങുകയാണ്, പക്ഷെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് കണ്ടപ്പോൾ ഇത് ചെറിയൊരു സാധനം തന്നെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു. കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ആക്ട്രസ്സാണ്. സോ അവിടെ തന്നെ ക്വസ്റ്റ്യൻ കട്ടായി. സോ ഐ എം നോട്ട് ഗോണ റീപ്ലേസ് ഹർ, ബട്ട് ഐ ഹോപ്പ് സം ഡേ മേ ബി ഐ ലുക്ക് അപ്പ് ടു ഹർ ആൻഡ് ലൈക്ക് അത്രയും എനിക്ക് എത്താൻ പറ്റുമോ എന്നുള്ളൊരു അതറിയില്ല. പക്ഷെ ദൈവം അനുഗ്രഹിക്കട്ടെ. ടിക്ടോക്ക് ഒക്കെ ചെയ്ത് കണ്ടില്ല നിങ്ങൾ? ഇടക്കാലത്ത് ചെയ്യുമായിരുന്നു, ഇപ്പോൾ ടിക്ടോക്ക് ഇന്ത്യയിൽ നിന്ന് നിരോധിച്ചു, അതോടെ മോളും അത് നിരോധിച്ചു. അപ്പോൾ ആ കാലത്ത് ഉർവശിയുടെ പ്രശസ്തമായൊരു സീനുണ്ടല്ലോ ഇതിനകത്ത്, ഏത് പടത്തില്ല, അച്ഛൻ്റെ അമ്മയിലെ എന്താ കടുവറ, അതൊക്കെ നന്നായി അസലായി ചെയ്തിട്ടുണ്ട്. കൽപ്പനയുടെ പല റോള്, ദിലീപിൻ്റെ, സലീം കുമാറിൻ്റെ ഒക്കെ. അതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. അത് പിന്നെ ടിക്ടോക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ആ വോയിസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒന്ന് കാണിക്കാമായിരുന്നു, ഇപ്പോൾ അത് പറ്റില്ല. ഓക്കെ.